ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സഹ്യാദ്രി ടൈഗർ റിസർവ്, കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷൻ, ഗോൾഡീൻ, ഡെങ്കു ഔട്ട്ബ്രേക്ക്, കാറ്റാറ്റുംബോ ലൈറ്റ്നിങ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് റിയോ ഗ്രാൻഡെ ഡോ സോൾ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഹ്യാദ്രി ടൈഗർ റിസർവിനെ കുറിച്ചാണ്. സോ ഈ സഹ്യാദ്രി ടൈഗർ റിസർവിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ സഹ്യാദ്രി ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കടുവകളില്ലാത്ത 5 കടുവാ സങ്കേതങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സഹ്യാദ്രി ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് മഹാരാഷ്ട്രയിലെ ഒരു തഡോബ അന്താരി ടൈഗർ റിസർവ് എന്ന് പറയുന്ന മറ്റൊരു ടൈഗർ റിസർവ് ഉണ്ട്. അവിടുന്ന് കടുവകളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഈ സഹ്യാദ്രി ടൈഗർ റിസർവ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ ഗട്ട്സിലുള്ള, അതായത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നോർത്തേൺ പോർഷനിലുള്ള ആദ്യത്തെ ടൈഗർ റിസർവാണ്. ഇത് 2008 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലുള്ള സഹ്യാദ്രി റേഞ്ചസിൽ, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള സഹ്യാദ്രി റേഞ്ചസിലാണ് ഈ സഹ്യാദ്രി ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കാരണമാണ് ഇതിന് ഈ ഒരു പേര് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന സഹ്യാദ്രി റേഞ്ചസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ മാത്രമായിട്ടല്ല, ബേസിക്കലി ഈ പറയുന്ന മഹാരാഷ്ട്ര, കർണാടക, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു എവർഗ്രീൻ ആയിട്ടുള്ള എവർഗ്രീൻ, അതുപോലെ തന്നെ സെമി എവർഗ്രീൻ, മോസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റുകളൊക്കെ ഉള്ള ഒരു റേഞ്ചാണ്. ഓക്കെ, അതുകൂടാതെ വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ നിലവിലുള്ള ഒരേ ഒരു ടൈഗർ റിസർവും, ആദ്യത്തെയും ഇപ്പം നിലവിലുള്ള ഒരേ ഒരു ടൈഗർ റിസർവും കൂടിയാണിത്. അതുപോലെ തന്നെ ആസ് എ ഹോൾ ഈ മഹാരാഷ്ട്ര മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ 4ാമത്തെ ടൈഗർ റിസർവാണ് ഈ സഹ്യാദ്രി ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ഒരു കൊയാന സാങ്ച്വറി എന്ന് പറയുന്ന, അല്ലെങ്കിൽ KWLS എന്ന് പറയുന്ന ഒരു കൊയാന സാങ്ച്വറി ഉണ്ട്. കൊയാന വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ചന്ദോളി നാഷണൽ പാർക്ക് ഉണ്ട്. ഈ 2 പ്രൊട്ടക്റ്റഡ് ഏരിയാസിലായിട്ടാണ് ഈ സഹ്യാദ്രി ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലങ്ങൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഒരു ഡോക്യുമെന്റിനകത്ത് അവർ പറയുന്നത് ഇതിനകത്ത് ടൈഗർ ഉണ്ട് എന്നാണ്. പക്ഷെ ഇന്നത്തെ പത്രത്തിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ടൈഗർ ഇല്ല എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈഗറിനെ നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള പ്രധാനപ്പെട്ട സ്പീഷീസ് ആയിട്ട് പറയുന്നത് വൈൽഡ് ഡോഗ്, ലെപ്പേർഡ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഗൗറ്, സാമ്പാ ഡിയർ, അതുപോലെ തന്നെ 4 ഹോൺഡ് ആന്റിലോപ്പ്, മോസെ ഡിയർ, ജയന്റ് സ്കുറിൽ, ഇങ്ങനെയുള്ള സ്പീഷീസുകളൊക്കെ ഈ ഒരു ടൈഗർ റിസർവിനകത്തുണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ വൾച്ചേഴ്സും ക്രോക്കഡൈൽസും ഒക്കെ കൂടെ കാണപ്പെടുന്നു ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷനാണ്. സോ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ബേസിക്കലി ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് ഈ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ഹെർബുകളിലും അതുപോലെ തന്നെ ചില സ്പൈസസിലും അതുപോലെ തന്നെ മറ്റ് ചില ഫുഡ് ഐറ്റംസിലൊക്കെ ഒരു ഹയർ ലെവൽ ഓഫ് പെസ്റ്റിസൈഡ് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ പലപ്പോഴും ഇത് ഇന്റർനാഷണൽ റെഗുലേഷൻസിന് വിരുദ്ധമായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റു പല രാജ്യങ്ങളും ഇത് റിജക്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചില ഹെർബ്സിൻ്റെയും അതുപോലെ തന്നെ സ്പൈസസിൻ്റെ ഒക്കെ കേസിൽ ഒരു ഹയർ ലെവൽ ഓഫ് പെസ്റ്റിസൈഡ് ലെവൽ അലൗഡ് ആണെന്ന് പറഞ്ഞിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ FAO അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഈ 2 ഓർഗനൈസേഷൻസ് ചേർന്നുകൊണ്ട് 1963 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്. അപ്പോൾ അത് ബേസിക്കലി ഇവർക്കിടയിലുള്ള ഒരു ഫ്രെയിം വർക്ക് ഓഫ് ജോയിന്റ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് FAOയുടെ റോമിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഈ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷൻ്റെ സെക്രട്ടേറിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവരുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഈ കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഫുഡ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഫെയർ പ്രാക്ടീസ് എൻഷുർ ചെയ്യുന്നതിലൂടെ കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇത് കൂടാതെ ഇവർ എല്ലാ വർഷവും ഇവരുടെ ഒരു റെഗുലർ സെഷൻസ് നടക്കാറുണ്ട്. അത് ഓൾട്ടർനേറ്റീവായിട്ട് ജനീവയിലും റോമിലും വെച്ചിട്ടാണ് നടക്കാറുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ കോഡെക്സ് അലിമെന്റാരിയസ് എന്ന് പറയുന്നത്, ഈ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷൻ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡിൻ്റെ പേരാണ്
കോഡെക്സ് അലിമെന്റാരിയസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫുഡ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കളക്ഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇത്. ഈ പറയുന്ന കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ കോഡെക്സ് അലിമെന്റാരിയസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ ലോകത്ത് നോർമലി കാണുന്ന എല്ലാ തരത്തിലുള്ള മെയിൻ ഫുഡ് ഐറ്റംസും, അത് പ്രോസസ്ഡ് ആണെങ്കിലും സെമി പ്രോസസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ റോ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതെല്ലാം തന്നെ ഈ ഒരു ഇന്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്സിനകത്ത് കവേർഡ് ആണ്. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന കോഡെക്സിനകത്ത് പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹൈജീനിക്, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇപ്പോൾ ഈ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ദി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള മൈക്രോബയോളജിക്കൽ ആയിട്ടുള്ള നോംസ്, ഫുഡ് അഡീറ്റീവ്സ്, പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂസ്, അതുപോലെ തന്നെ വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ്, കണ്ടാമിനൻസ്, ലേബലിങ്, അതുപോലെ തന്നെ പ്രസൻറ്റേഷന്, മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്, റിസ്ക് അനാലിസിസ്, ഇതൊക്കെ ഈ ഒരു കോഡെക്സ് അലിമെന്റാരിയസ് എന്ന് പറയുന്ന ഇവരുടെ ഇന്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്സിന്റെ പരിധിപ്പെടുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗോൾഡീൻ എന്ന് പറയുന്നതാണ്. സോ ഗോൾഡീൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ബേസിക്കലി ഈ ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആറ്റം തിക്ക് ആയിട്ടുള്ള മെറ്റലാണ്, ഒരു മെറ്റീരിയലാണ്, ഒരു 2D ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഗോൾഡീൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ആറ്റം തിക്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ മെറ്റലാണെന്നാണ് പറയുന്നത്. സോ ഇത് റിസർച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഷീറ്റ് ഓഫ് ഗോൾഡ് ആണ്. അതായത് ഒരു ആറ്റം തിക്ക് ആയിട്ടുള്ള ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഷീറ്റ് ഓഫ് ഗോൾഡ് ആണെന്ന് മനസ്സിലാക്കുക. സോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫ്രീ സ്റ്റാൻഡിങ് ആറ്റം തിക്ക് ആയിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫസ്റ്റത്തെ മെറ്റലായിട്ട് ഇതിലൂടെ ഗോൾഡ് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ആറ്റം തിക്ക് ആയിട്ടുള്ള 2D മെറ്റീരിയൽസ് ഇതിനു മുമ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രഫീനൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആദ്യത്തെ മെറ്റാലിക് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ള സാധനമാണ് ഗോൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെങ്കു ഔട്ട് ബ്രേക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ വലിയ രീതിയിലൊരു ഡെങ്കു ഔട്ട് ബ്രേക്ക് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെങ്കു ഔട്ട് ബ്രേക്കിന് അതൊരു സ്പൈക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡെങ്കുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡെങ്കു എന്ന് പറയുന്നത് ഡെങ്കു വൈറസ് കാരണം വരുന്ന ഒരു വൈറൽ ഡിസീസാണ്. പ്രധാനമായിട്ടും ട്രോപ്പിക്കൽ ഏരിയാസിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ഡെങ്കു വൈറസിൻ്റെ വെക്ടർ, അല്ലെങ്കിൽ ഇത് ക്യാരി ചെയ്യുന്നത് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് ഇത് പടരുന്നത് പ്രധാനമായിട്ടും ഒരു ടൈപ്പ് ഓഫ് ഫീമെയിൽ മോസ്കിറ്റോസിൻ്റെ, അല്ലെങ്കിൽ കൊതുകുകളുടെ കടി കിട്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇത് ക്യാരി ചെയ്യുന്ന കൊതുകുകൾ എന്ന് പറയുന്നത് ഏഡീസ് ഈജിപ്തി എന്ന് പറയുന്ന മോസ്കിറ്റോസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡെങ്കു ഫീവറിൻ്റെ ഒരു സിവിയർ ആയിട്ടുള്ള ഫോം ഉണ്ട്. പലപ്പോഴും ആളുകളുടെ മരണത്തിന് വരെ കാരണമാകുന്ന ടൈപ്പ് ഓഫ് ഒരു ഡെങ്കു ഫീവർ ഉണ്ട്. അതിൻ്റെ ഡെങ്കു ഫീവറിൻ്റെ ആ ഒരു സിവിയർ ഫോമിനെ വിളിക്കുന്നത് ഡെങ്കു ഹെമറാജിക് ഫീവർ എന്നുള്ള പേരിലാണ്. അത് സാധാരണഗതിയിൽ സീരിയസ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ഒരു സഡൻ ഡ്രോപ്പിനും ഒക്കെ കാരണമാകും. അത് ഈവൻ ഡെത്തിലേക്ക് വരെ നയിക്കാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡെങ്കു ഫീവർ ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജൻസിലാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻസിലാണ് ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കു എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഇനി ഡെങ്കുവിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് പറയുന്നത് ഹൈ ഫീവർ, അതുപോലെ തന്നെ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ തലവേദന, ശരീരവേദന, നോഷിയ, റാഷസ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെങ്കുവിന് നിലവിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും, അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള മരുന്നൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സിംറ്റംസിന് ചികിത്സിക്കുകയാണ് ചെയ്യാറുള്ളത്, എസ്പെഷ്യലി ഏർലി സ്റ്റേജസിലൊക്കെ. പക്ഷേ ഇതേ സമയം തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 2019 US ഈ ഡെങ്കു അസുഖത്തിനൊരു വാക്സിൻ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാക്സിൻ്റെ പേരാണ് CYD-TDV എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെങ്കു വാക്സിയ എന്ന് പറയുന്നത്. അത് US ഈ പറയുന്ന തരത്തിലുള്ള ഫുഡും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെഗുലേറ്ററി ഏജൻസിയാണ് അവിടുത്തെ FDA, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവർ 2019 അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡെങ്കു വാക്സിനാണ് ഈ CYD-TDV എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള US ഇത്തരത്തിലുള്ള റെഗുലേറ്ററി അപ്രൂവൽ കിട്ടുന്ന ഫസ്റ്റ് ഡെങ്കു വാക്സിൻ ആണിതെന്നും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കാറ്റാറ്റുംബോ ലൈറ്റ്നിങ്ങിനെ കുറിച്ചാണ്. സോ ഈ കാറ്റാറ്റുംബോ ലൈറ്റ്നിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കാറ്റാറ്റുംബോ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ഫിനോമിനയാണെന്ന് പറയാം. ഇത് സംഭവിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലുള്ള കൊളംബിയയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു കാറ്റാറ്റുംബോ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്. ആ റിവർ
വെനസ്വേലയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേക്ക് മറാക്കൈബോ എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിലേക്കാണ് ആ റിവർ വന്ന് ചേരുന്നത്. അപ്പോൾ ആ റിവർ ഈ ലേക്കിലേക്ക് വന്ന് ചേരുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റ്നിങ്ങിനെയാണ് ഈ കാറ്റാറ്റുമ്പോ ലൈറ്റ്നിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കരീബിയൻ സീയിൽ നിന്ന് വരുന്ന വാം എയർ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മൗണ്ടെയിൻസിൽ നിന്ന് വരുന്ന കോൾഡ് എയറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്നിങ്ങിനുള്ളൊരു പെർഫെക്റ്റ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ക്ലൗഡ്സ് ഫോം ചെയ്യും ഈ മൗണ്ടെയിൻസിൻ്റെ അടുത്തായിട്ട്. അത് ലൈറ്റ്നിങ്ങിനുള്ള ഒരു പെർഫെക്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ ഫിനോമിനക്കകത്ത് പ്രധാനമായിട്ടും വരാറുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റ്നിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രധാനമായിട്ടും ഈ ക്ലൗഡ്സിനകത്താണ് മെജോറിറ്റി ലൈറ്റ്നിങ്ങും സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഈ കാറ്റാറ്റുമ്പോ ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എണ്ണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പറയാറുള്ളത് ഒരു വർഷം ഒരു 140 to 160 ഡേയ്സ് വരെ അല്ലെങ്കിൽ അത്രയും ദിവസങ്ങൾ ഈ ലൈറ്റ്നിങ് നടക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ദിവസം ഒരു 10 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ്നിങ് ഉണ്ടാവും. അതും പെർ അവറിൽ 280 ലൈറ്റ്നിങ് വരെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ലൈറ്റ്നിങ് നടക്കുന്നതാണ് ഈ കാറ്റാറ്റുമ്പോ ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്രീക്വൻസിക്കകത്ത് ഒക്കെ വലിയ രീതിയിലുള്ള വേരിയേഷൻസ് കാണാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഏകദേശം ഒരു 3 മാസത്തോളം ഈ ലൈറ്റ്നിങ് കംപ്ലീറ്റ്ലി അവിടുന്ന് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ഈ ഒരു ഫിനോമിന അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസിക്കകത്ത് ത്രൂ ഔട്ട് ദി ഇയർ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്രം ഇയേഴ്സ് ടു ഇയേഴ്സ്, അതായത് ഓരോ വർഷവും ഇതിൻ്റെ ഫ്രീക്വൻസിക്കകത്ത് അല്ലെങ്കിൽ ഓരോ വർഷവും ഇത് സംഭവിക്കുന്നതിനകത്തൊക്കെ മാറ്റം വരാറുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് റിയോ ഗ്രാൻഡെ ഡോ സോൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലഡ് നടന്നതായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ ഹെവി റെയിൻഫോളിനെ കുറിച്ചുള്ള വാർത്ത ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ബ്രസീലിൻ്റെ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആണ് ഈ റിയോ ഗ്രാൻഡെ ഡോ സോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ബ്രസീലിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. അത് അവരുടെ സദേൺ റീജിയനിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവരുടെ സദേൺ മോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ അതിർത്തികൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഇവരുടെ നോർത്ത് ഈസ്റ്റിലുള്ളത് ബ്രസീലിലെ തന്നെയുള്ള ഒരു സാന്റ കറ്റാരീന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണുള്ളത്. സൗത്ത് ഈസ്റ്റിലായിട്ടുള്ളത് അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ആയിട്ട് ഉറുഗ്വൈ, നോർത്ത് വെസ്റ്റ് ആയിട്ട് അർജന്റീന. ഓക്കെ, ഇങ്ങനെയാണ് ഇവരുടെ അതിർത്തികൾ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഫീച്ചറാണ് ഒരു ഫോർട്ടലേസ കാനിയൻ എന്ന് പറയുന്നത്. അത് ഈ ഭാഗത്തുള്ള ഒരു സെറ ജനറൽ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന നാഷണൽ പാർക്കിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഈ പറയുന്ന റിയോ ഗ്രാൻഡെ ഡോ സോൾ എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്താണ് അതും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.